Hello everyone, welcome back to Xylem Learning. Akshay sir ആണ്. സോ മക്കളെ തംബ്നെയിലിൽ കണ്ടതുപോലെ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ മുഴുവനായി കാണുന്നില്ലെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് 10ാം ക്ലാസ് നിങ്ങളുടെ പഠനം ബുദ്ധിമുട്ടിലാവാം. കാരണം ഒരുപാട് മക്കൾ നമ്മൾ 9ാം ക്ലാസ് സീരിയസ് അല്ലാത്ത രീതിയിൽ പഠിക്കുന്നുണ്ട്. സോ ആ കാര്യങ്ങളെല്ലാം തന്നെ കവർ ചെയ്തുകൊണ്ട് എന്തുകൊണ്ടാണ് നമ്മൾ 9ാം ക്ലാസ് ചില ഭാഗങ്ങളൊക്കെ വളരെ കൃത്യമായി പഠിക്കണം എന്ന് പറയുന്നതിന്റെ കാരണം എന്താണെന്ന് ഈ വീഡിയോയിലൂടെ വളരെ കൃത്യമായി തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. സോ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണാം. മക്കളെ നോക്കിക്കേ, മക്കളെ ശ്രദ്ധിക്കുക. എന്റെ 9ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികളുള്ള ഒരു മെസ്സേജ് തന്നെയാണ് സാറ് ഈ ഒരു വീഡിയോയിലൂടെ ഉൾപ്പെടുത്തുന്നത്. സോ മക്കളെ, നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത് നിങ്ങളിൽ പലരും വരുത്തുന്ന പ്രധാനപ്പെട്ട ചില മിസ്റ്റേക്കുകളുണ്ട്. അതായത് നിങ്ങൾ 9ാം ക്ലാസ്സിലെ പഠനത്തിൽ പല ആളുകളും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, ഈ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ചാപ്റ്ററുകൾ അത്ര ഇമ്പോർട്ടന്റ് അല്ല, 10ാം ക്ലാസ്സിൽ എത്തുന്ന സമയത്ത് നമുക്ക് സീരിയസ് ആയിട്ട് പഠിച്ചാൽ മതി, 9ാം ക്ലാസ്സിലുള്ള കാര്യങ്ങളൊന്നും അത്ര ഇമ്പോർട്ടന്റ് അല്ല എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്ന ഒരുപാട് ഭൂരിഭാഗം മക്കളും ഉണ്ട് എന്നുള്ളത് ഒരു സത്യമാണ്. പിന്നെ അതേപോലെ തന്നെ മക്കൾ വിചാരിക്കുന്ന ഒരു കാര്യമുണ്ട്, 9ാം ക്ലാസ്സിലെ കാര്യങ്ങളൊക്കെ മെമ്മറൈസേഷൻ, അതായത് ജസ്റ്റ് ബഗ്അപ്പ് ചെയ്യുക അല്ലെങ്കിൽ ജസ്റ്റ് ബൈഹാർട്ട് ചെയ്ത് ജസ്റ്റ് ഇങ്ങനെ പഠിച്ചു പോയാൽ മതി, ഡീറ്റെയിൽ ആയിട്ട് കൺസെപ്റ്റ് ക്ലാരിറ്റി ഉണ്ടാവേണ്ട ആവശ്യമില്ല എന്നൊക്കെ ചിന്തിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട്. സോ ഇങ്ങനെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ 10ാം ക്ലാസ്സിൽ എത്തുന്ന സമയത്ത് നിങ്ങൾക്ക് ബയോളജി എന്നുള്ള സബ്ജക്റ്റിനോട് നല്ല ഭയം വരും. കാരണം ഇപ്പൊ നമുക്ക് 9ാം ക്ലാസ്സിൽ 3 ചാപ്റ്റർ ഉള്ളൂ. എന്നാൽ 10ാം ക്ലാസ്സിലേക്ക് എത്തുമ്പോൾ 5 ചാപ്റ്റർ വരുന്നുണ്ട്. 5 ചാപ്റ്ററും ഏകദേശം നല്ല ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. അത്യാവശ്യം ധാരാളം കൺസെപ്റ്റുകൾ നിറഞ്ഞിരിക്കുന്ന ചാപ്റ്റർ ആണ്. അപ്പൊ ആ സിലബസ് കാണുമ്പോൾ 9ാം ക്ലാസ്സിൽ നിങ്ങൾ ഇങ്ങനെ ഉഴപ്പിപ്പോയി കഴിഞ്ഞാൽ 10ാം ക്ലാസ്സിൽ തീർച്ചയായിട്ടും ബയോളജി എന്ന വിഷയത്തോടുള്ള ഒരു ഭയം ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ കോൺഫിഡൻസ് ലെവൽ കുറയുക. ഈ പേടി വരുമ്പോൾ തന്നെ കോൺഫിഡൻസ് എന്ത് ചെയ്യും, നല്ലോണം ലോവർ ആവും. അത് വലിയൊരു പ്രശ്നമാണ്. നിങ്ങളുടെ ബോർഡ് എക്സാം എഴുതുന്ന സമയത്ത് വലിയ പ്രശ്നത്തിലേക്ക് അത് നയിക്കാനുള്ള ഒരു കാരണമാവുന്നു. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ 10ാം ക്ലാസ്സിൽ എത്തുന്ന സമയത്ത് കൂടുതൽ കൺസെപ്റ്റ് ക്ലാരിറ്റി കിട്ടാതെ കുറെ കാര്യങ്ങൾ അവിടുന്ന് ഇങ്ങനെ ഓർത്തെടുത്ത് പഠിക്കേണ്ട അവസ്ഥയിലേക്ക് വരും. പിന്നെ ബൈഹാർട്ടിങ് എന്നുള്ള ടെൻഡൻസിയിലേക്കൊക്കെ വരും. കൺസെപ്റ്റ് ക്ലാരിറ്റി ഇല്ലാതെ ബൈഹാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പരീക്ഷയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. അതൊക്കെ വലിയ പ്രശ്നമാണ്. കുറഞ്ഞ മാർക്കായിരിക്കും നിങ്ങളെ കാത്തു നിൽക്കുന്നത്. സോ ഇതിനൊക്കെ നമുക്ക് പരിഹാരം ഉണ്ടാവണം തീർച്ചയായിട്ടും. അപ്പൊ 9ാം ക്ലാസ്സിലെ പല ടോപ്പിക്കുകളും വളരെ കൃത്യമായിട്ട് തന്നെ പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ എന്താണ് നിങ്ങൾക്കുള്ള ബെനിഫിറ്റ്? ഇപ്പോഴത്തെ 9ാം ക്ലാസ് വളരെ മികച്ച രീതിയിൽ പഠിക്കുമ്പോൾ, പ്രോപ്പർലി കൃത്യമായ രീതിയിൽ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ എന്താണ് നിങ്ങളുടെ ബെനിഫിറ്റ്? 10ാം ക്ലാസ് തീർച്ചയായിട്ടും എളുപ്പത്തിലാവും. അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ബെനിഫിറ്റ്. കാരണം പല ബേസിക്കുകളും നിങ്ങൾ പഠിക്കുന്ന 9ലാണ്. അപ്പൊ 9ാം ക്ലാസ് നല്ല രീതിയിൽ കവർ ചെയ്യുകയാണെങ്കിൽ 10ാം ക്ലാസ് നല്ല രീതിയിൽ പഠിച്ചെടുക്കാനും കൺസെപ്ച്വൽ ക്ലാരിറ്റി ഉണ്ടാക്കിയെടുക്കാനും സാധിക്കും. സിലബസ് പ്രഷർ കുറയും. അതുപോലെ തന്നെ പെട്ടെന്ന് കുറെ കാര്യങ്ങൾ മനസ്സിലാക്കി അണ്ടർസ്റ്റാൻഡ് ചെയ്ത് പഠിക്കാനുള്ളൊരു കഴിവ് നിങ്ങൾക്ക് കിട്ടും. അതുപോലെ തന്നെ MCQ ഒക്കെ 10ാം ക്ലാസ്സിൽ ഒരുപാട് MCQs നിങ്ങൾ കവർ ചെയ്യും. MCQs പല രീതിയിൽ ചോദിക്കാം. ആ MCQs ഒക്കെ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ക്യാച്ച് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ ഡയഗ്രാം ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആയാലും ഒക്കെ നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ എക്സാം എഴുതാൻ സാധിക്കും, പഠിക്കാൻ സാധിക്കും. നിങ്ങളുടെ കോൺഫിഡൻസ് നന്നായിട്ട് ബൂസ്റ്റ് ചെയ്യും. നിങ്ങളുടെ എക്സാം കോൺഫിഡൻസ് തീർച്ചയായിട്ടും ബൂസ്റ്റ് ചെയ്യുന്ന കാര്യമാണ്. സോ 9ാം ക്ലാസ് നല്ല രീതിയിൽ തന്നെ എന്ത് ചെയ്യണം, പഠിക്കണം. പിന്നെ മക്കളെ, നമുക്കറിയാം 9ാം ക്ലാസ് ജസ്റ്റ് ഒരു ക്ലാസ് മാത്രമല്ല, അതെന്ന് പറയുന്നത് നമ്മുടെ 10ാം ക്ലാസ്സിലേക്കുള്ള ബേസ് ആണ്. സോ ആ ബേസ് അടിത്തറ തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യണം, നല്ല രീതിയിൽ തന്നെ സെറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. സോ ഇതൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ ഓർത്ത് വെക്കേണ്ട കാര്യമാണ്. ഇനി സാറ് പറയാൻ പോകുന്നത് നമ്മുടെ 9ാം ക്ലാസ്സിലെ ചാപ്റ്റർ, ഏതൊക്കെ ചാപ്റ്റർ 10ാം ക്ലാസ്സുമായിട്ട് റിലേഷൻ ഉണ്ട്. അപ്പൊ ഞാൻ വെറുതെ പറഞ്ഞു പോകുന്നല്ല, കൃത്യമായിട്ട് ഓരോ ചാപ്റ്ററും 10ാം ക്ലാസ്സിലെ ചാപ്റ്ററുമായിട്ടുള്ള റിലേഷൻസ് കൂടി പറഞ്ഞു തരുന്നു. കുറച്ചുകൂടി ഞാൻ പറഞ്ഞതിന്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മുടെ 9ാം ക്ലാസ്സിലുള്ള ഒരു ചാപ്റ്ററാണ് ഫണ്ടമെന്റൽ യൂണിറ്റ് ഓഫ് ലൈഫ്, സെല്ലുകളെ കുറിച്ച് പഠിക്കുന്ന ഒരു ചാപ്റ്റർ. ആ ചാപ്റ്റർ നമ്മുടെ ലൈഫ് പ്രോസസ്സുമായിട്ട് കണക്ഷൻ ഉണ്ട്. ലൈഫ് പ്രോസസ്സ് 10ാം ക്ലാസ്സിലെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് ബയോളജിയുടെ. അപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പൊ ഫണ്ടമെന്റൽ യൂണിറ്റ് ഓഫ് ലൈഫിൽ നമ്മൾ സെല്ലുകളെ കുറിച്ച് പഠിക്കുന്നു. സെല്ലിന്റെ സ്ട്രക്ചർ, സെൽ മെംബ്രെയിൻ, സെൽ വാള്, ന്യൂക്ലിയസ്, മൈറ്റോകോൺട്രിയ, പ്ലാസ്റ്റിഡ്സ്, പിന്നെ മെറ്റീരിയലിന്റെ ട്രാൻസ്പോർട്ടേഷൻ വഴി നല്ല ഡിഫ്യൂഷൻ, ഓസ്മോസിസ്, ഇതൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. അത് ലൈഫ് പ്രോസസ് എന്ന് പറയുന്ന ചാപ്റ്ററിലേക്ക് വരുമ്പോൾ അവിടെ നമ്മുടെ ജീവൻ നിലനിൽക്കാൻ ആവശ്യമായ നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന പ്രോസസ്സുകളാണ് പഠിക്കുന്നത്. ന്യൂട്രീഷൻ, റെസ്പിറേഷൻ, ട്രാൻസ്പോർട്ടേഷൻ, എക്സ്ക്രീഷൻ, ഇതൊക്കെ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളാണ്. എന്താണ് ഈ ചാപ്റ്റർ തമ്മിലുള്ള റിലേഷൻ, അല്ലെങ്കിൽ എന്തുകൊണ്ട് നമ്മൾ ഈ ചാപ്റ്റർ നല്ല രീതിയിൽ പഠിക്കണം, ഈ ചാപ്റ്റർ ഈസി ആവാൻ വേണ്ടി? അതിനുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ നോക്കിക്കേ, റെസ്പിറേഷൻ എന്ന് പറയുന്നത് ഒരു ലൈഫ് പ്രോസസ്സാണ്. ഈ റെസ്പിറേഷൻ നമ്മുടെ ബോഡിയിൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോസസ്സാണ്. എനർജി റിലീസ് ചെയ്യാൻ സഹായിക്കുന്ന പ്രോസസ്സാണ്. ഇത് നമ്മുടെ സെല്ലിലെ മൈറ്റോകോൺട്രിയയിൽ വെച്ച് നടക്കുന്നതാണ്. ആ മൈറ്റോകോൺട്രിയയെ കുറിച്ച് നിങ്ങൾ എവിടെ പഠിക്കുന്നുണ്ട്? ഈ വർഷം നിങ്ങൾ മൈറ്റോകോൺട്രിയയുടെ സ്ട്രക്ചറും അതിന്റെ എനർജി പ്രൊഡക്ഷന്റെ കാര്യങ്ങളെല്ലാം നിങ്ങൾ പഠിക്കുന്നുണ്ട്.
അതുപോലെ തന്നെ ഡൈജഷൻ, നമ്മുടെ ന്യൂട്രീഷൻ എന്ന് പറയുന്ന ലൈഫ് പ്രോസസ്സിൽ ഡൈജഷനും അബ്സോർപ്ഷനും ഉണ്ട്. അപ്പൊ ഇതൊക്കെ സംഭവിക്കുന്ന സെൽ മെംബ്രെയിൻ ത്രൂ സംഭവിക്കുന്നുണ്ട്, സെൽ മെംബ്രെയിൻ ത്രൂ എക്രോസ് പാസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ മോളിക്യൂളിന്റെ മൂവ്മെന്റ് ആയ ഓസ്മോസിസ്, ഡിഫ്യൂഷൻ, ഇതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇതൊക്കെ നിങ്ങൾ ഫണ്ടമെന്റൽ യൂണിറ്റ് ഓഫ് ലൈഫിൽ പഠിക്കുന്നതാണ്. അതുപോലെ തന്നെ ട്രാൻസ്പോർട്ടേഷൻ, അതായത് ബ്ലഡ് പല മെറ്റീരിയൽസിനെ സെല്ലുകളിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുന്നു, അവിടെ നിന്ന് ഓക്സിജൻ പോലുള്ള മെറ്റീരിയൽ ഡിഫ്യൂസ് ചെയ്ത് സെല്ലിലേക്ക് പോകുന്നു. അപ്പൊ ആ കാര്യങ്ങളോ ഡിഫ്യൂഷൻ ആയിക്കോട്ടെ, വാട്ടറിന്റെ മൂവ്മെന്റ്, ഓസ്മോസിസ് ആയിക്കോട്ടെ, ഇതൊക്കെ നിങ്ങൾ 9ാം ക്ലാസ് പഠിക്കുന്നതാണ്. അതുപോലെ തന്നെ എക്സ്ക്രീഷന്റെ കേസ് പറയുമ്പോൾ അവിടെയും നമ്മുടെ റീനൽ ട്യൂബ്യൂൾ, കിഡ്നിയിൽ ഈ പറഞ്ഞിരിക്കുന്ന രീതിയിലുള്ള നെഫ്രോണിൽ റീഅബ്സോർപ്ഷൻ, സെക്രീഷൻ, അങ്ങനെ ഒരുപാട് സ്റ്റെപ്പുകൾ നടക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ നിങ്ങൾ അതിന്റെ ബേസിക്സ്, അതിന്റെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഈ പറഞ്ഞിരിക്കുന്ന ഓസ്മോസിസ് ആയിക്കോട്ടെ, ഡിഫ്യൂഷൻ ആയിക്കോട്ടെ, ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ പഠിക്കുന്ന 9ാം ക്ലാസ്സിലാണ്. അപ്പൊ 9ാം ക്ലാസ്സിലുള്ള കാര്യങ്ങൾ കൃത്യമായി പഠിച്ചാൽ തീർച്ചയായിട്ടും 10ാം ക്ലാസ്സിലെ ചാപ്റ്റർ എന്താവും, ലൈഫ് പ്രോസസ് എന്നുള്ള ചാപ്റ്റർ ഈസിയാവും. അപ്പൊ അത് പറഞ്ഞു, ഇഫ് യു ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് സെല്ല് എന്നുള്ള ചാപ്റ്റർ നിങ്ങൾ കൃത്യമായി മനസ്സിലായില്ലെങ്കിൽ ലൈഫ് പ്രോസസ് നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യേണ്ടി വരും, അത് ബൈഹാർട്ട് ചെയ്ത് മെമ്മറൈസ് ചെയ്യേണ്ടി വരും അണ്ടർസ്റ്റാൻഡിങ്ങിന് പകരം. സോ അതാണ് പറഞ്ഞിരിക്കുന്നത്, 9ാം ക്ലാസ്സിലെ ഫണ്ടമെന്റൽ യൂണിറ്റ് ഓഫ് ലൈഫ് നല്ല കൺസെപ്റ്റ് ക്ലാരിറ്റി ഉണ്ടെങ്കിൽ 10ാം ക്ലാസ്സിലെ ലൈഫ് പ്രോസസ്സിലെ പല കാര്യങ്ങളും ഈസി ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും. അതുപോലെ തന്നെ സെയിം നമ്മളെ ടിഷ്യൂസ് എന്ന് പറയുന്ന ചാപ്റ്റർ ഉണ്ട്. അപ്പൊ ടിഷ്യൂസ് എന്ന് പറയുന്ന ചാപ്റ്റർ നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഈ ലൈഫ് പ്രോസസ്സും, അതുപോലെ തന്നെ ബയോളജിയിലെ 10ാം ക്ലാസ് 2ാമത്തെ ചാപ്റ്ററായ കൺട്രോൾ ആൻഡ് കോർഡിനേഷനും മികച്ച രീതിയിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. അതിന്റെ റിലേഷൻ ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം. ടിഷ്യൂസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ പ്ലാന്റ് ടിഷ്യൂസും ആനിമൽ ടിഷ്യൂസും, അതുപോലെ തന്നെ പ്ലാന്റ് ടിഷ്യൂസിൽ തന്നെ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂ, പെർമനന്റ് ടിഷ്യൂ, അതിന്റെ ക്ലാസിഫിക്കേഷൻ ഒക്കെയാണ് വളരെ വിശദമായിട്ട് പഠിക്കുന്നത്. അപ്പൊ അത് പഠിക്കുന്നതുകൊണ്ടുള്ള ഉപയോഗം, അല്ലെങ്കിൽ അത് മികച്ച രീതിയിൽ മനസ്സിലാക്കുന്നതുകൊണ്ടുള്ള ഉപയോഗം എന്താ, ലൈഫ് പ്രോസസ് എന്ന ചാപ്റ്ററിൽ നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ ഇൻ പ്ലാന്റ്സ് ഉണ്ട്, അവിടെ സൈലവും ഫ്ലോയും നമുക്ക് പഠിക്കാനുണ്ട്. ആ കാര്യങ്ങൾ വ്യക്തമായ രീതിയിൽ പഠിക്കണമെങ്കിൽ, അല്ലെങ്കിൽ വ്യക്തമായ രീതിയിൽ കൺസെപ്ച്വൽ ക്ലാരിറ്റി ഉണ്ടാവണമെങ്കിൽ 9ാം ക്ലാസ്സിൽ ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ ബേസിക്സ് കൃത്യമായി പഠിച്ചിരിക്കണം. അതുപോലെ തന്നെ ബ്ലഡിന്റെ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ലൈഫ് പ്രോസസ് ബ്ലഡ് നമ്മളെ ന്യൂട്രിയൻസും ഓക്സിജനും വേസ്റ്റ് മെറ്റീരിയലും ഒക്കെ ക്യാരി ചെയ്യുന്നു, ഹോർമോൺ ക്യാരി ചെയ്യുന്നു ഒക്കെ നമ്മൾ പഠിക്കാനുണ്ട് 10ാം ക്ലാസ്സിൽ. ആ ബ്ലഡിനെ കുറിച്ച് നിങ്ങൾ ഇവിടെ പഠിക്കുന്നു, നിങ്ങൾ ടിഷ്യൂസ് എന്നുള്ള ചാപ്റ്ററിൽ കണക്റ്റീവ് ടിഷ്യൂസിൽ പഠിക്കുന്നുണ്ട്. സോ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 9ാം ക്ലാസ്സിൽ പല കാര്യങ്ങളും 10ൽ അപ്ലിക്കബിൾ ആണ്. അതുപോലെ തന്നെ കൺട്രോൾ ആൻഡ് കോർഡിനേഷനിലേക്ക് വരുന്ന സാഹചര്യത്തിൽ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ നമ്മളെ നെർവസ് സിസ്റ്റവുമായി ബന്ധപ്പെട്ട, അതുപോലെ തന്നെ എൻഡോക്രൈൻ സിസ്റ്റവുമായി ബന്ധപ്പെട്ട ഒരു ചാപ്റ്ററാണ്. അതിൽ നമ്മൾ ന്യൂറൽ ടിഷ്യൂ അല്ലെങ്കിൽ നെർവ് ടിഷ്യൂവിനെ കുറിച്ച് പഠിക്കും, റിഫ്ലക്സ് ആക്ഷൻ, ഇതൊക്കെ നിങ്ങൾ അടുത്ത വർഷം പഠിക്കാനുള്ള കാര്യങ്ങളാണ്. അപ്പൊ അതിനൊക്കെ സഹായിക്കുന്നത് ഈ ന്യൂറൽ ടിഷ്യൂ ആണ്. ആ ന്യൂറൽ ടിഷ്യൂവിനെ കുറിച്ച് നിങ്ങൾ ടിഷ്യൂസ് എന്നുള്ള ചാപ്റ്ററിൽ ആനിമൽ ടിഷ്യൂവിൽ പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ സ്റ്റിമുലസിനോട് നമ്മൾ റെസ്പോണ്ട് ചെയ്യും, മൂവ്മെന്റ് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ചൂടുള്ള ഒരു വസ്തു നമ്മൾ ടച്ച് ചെയ്ത് നമ്മൾ കൈ പിൻവലിക്കും, ഇതൊക്കെ നമ്മുടെ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാര്യമാണ്, റിഫ്ലക്സ് ആക്ഷൻ. അപ്പൊ കൈ പിൻവലിക്കുന്നു എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ആക്ഷൻ ഓഫ് മസിൽ. അപ്പൊ മസിൽ ടിഷ്യൂവിനെ കുറിച്ച് ഓൾറെഡി നിങ്ങൾ 9ാം ക്ലാസ് പഠിച്ചിട്ടുണ്ട്. അപ്പൊ 9ാം ക്ലാസ് പഠിക്കുന്ന ഈ സംഗതികൾ ഉണ്ടെങ്കിൽ 10ാം ക്ലാസ്സിൽ ഇതൊക്കെ വളരെ ഈസി ആയിട്ട് പഠിക്കാൻ വേണ്ടി പറ്റും. അപ്പൊ ടിഷ്യൂസ് എന്ന ചാപ്റ്റർ നിങ്ങൾ പ്രോപ്പറായി പഠിക്കുന്നില്ല എങ്കിൽ 10ാം ക്ലാസ് എല്ലാം പുതിയ ചാപ്റ്റർ പോലെ, എല്ലാം പുതിയ പുതിയ കൺസെപ്റ്റുകൾ പഠിക്കുന്ന പോലെ നിങ്ങൾക്ക് തോന്നും, കണ്ടിന്യൂവേഷൻ ഇല്ലാത്തതുപോലെ തോന്നും. അത് വളരെ വലിയ പ്രശ്നമാണ്, കോൺഫിഡൻസ് കുറയാനും മാർക്ക് നഷ്ടപ്പെടാനും സാധ്യത വളരെ കൂടുതലാണ്. സോ മക്കളെ, 9ാം ക്ലാസ്സിലെ ഈ ഏരിയാസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ടിഷ്യൂസ്. അതുപോലെ തന്നെ സാറ് പറയാനുള്ളത്, ഈ ടിഷ്യൂസ് എന്ന് പറയുന്ന ചാപ്റ്ററിന് ബയോളജിയുടെ 3ാമത്തെ ചാപ്റ്ററുമായിട്ട് കണക്ഷൻ ഉണ്ട്. 10ാം ക്ലാസ്സിലെ ബയോളജിയുടെ 3ാമത്തെ ചാപ്റ്റർ ഹൗ ഡു ഓർഗാനിസംസ് റീപ്രൊഡ്യൂസ് ആണ്. അപ്പൊ ടിഷ്യൂസിൽ മക്കൾ കൃത്യമായിട്ട് ഈ ചാപ്റ്ററിൽ ഡിവിഷൻ പഠിക്കുന്നുണ്ട്, മൈറ്റോസിസ്, മിയോസിസ്, അല്ലെ, മൈറ്റോസിസ്, മിയോസിസ് ഡിവിഷൻ പഠിക്കുന്നുണ്ട്. അതിൽ മിയോസിസ് റീപ്രൊഡക്റ്റീവ് സെല്ലിൽ നടക്കുന്നതാണെന്ന് പഠിച്ചിട്ടുണ്ട് മക്കൾ, ഇല്ലെന്ന് പറയാൻ പറ്റില്ലല്ലോ, പഠിച്ചിട്ടുണ്ടല്ലോ, പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മക്കൾ പഠിക്കുന്ന ഒരു കാര്യമാണ് ഡിഫറൻസിയേഷൻ എന്ന് പറയുന്ന സംഗതി. ഈ 2 സംഗതികളും ആക്ച്വലി 10ാം ക്ലാസ്സിലെ റീപ്രൊഡക്ഷൻ എന്നുള്ള ചാപ്റ്ററിൽ ഗാമീറ്റ്, സ്പേം ഫോം ചെയ്യുന്നത്, ഓവം ഫോം ചെയ്യുന്നത്, അതുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുണ്ട്. ഏത്, ഈ മിയോട്ടിക് ഡിവിഷൻ പ്രകാരമാണ് ഗാമീറ്റ് ഫോം ചെയ്യുന്നത്. ആ മിയോട്ടിക് ഡിവിഷൻ നിങ്ങൾ 9ൽ പഠിക്കുന്നതാണ്. ഡിഫറൻസിയേഷൻ നടക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുന്നുണ്ട്. ഗ്രൂപ്പ് ഓഫ് സെല്ലുകൾ മാറി ഓരോ ഫങ്ഷൻസ് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഫോം ചെയ്യുന്നതാണ്. അത് തന്നെയാണ് എംബ്രിയോയുടെ ഗ്രോത്തിൽ സംഭവിക്കുന്നത്. സോ ഇതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇതൊക്കെ നിങ്ങൾ 10ാം ക്ലാസ്സിലും പഠിക്കുന്നുണ്ട്. സോ 9ാം ക്ലാസ്സിൽ കൃത്യമായിട്ട് ഈ സെൽ ഡിവിഷൻ കാര്യങ്ങളൊക്കെ പഠിച്ച ഒരാൾക്ക് 10ാം ക്ലാസ് എത്തുമ്പോൾ ഇതൊക്കെ വളരെ ഈസി ആയിട്ട് പഠിച്ചെടുക്കാവുന്നേ ഉള്ളൂ. അതുകൊണ്ട് 9ാം ക്ലാസ് സീരിയസ് ആയിട്ട് തന്നെ കാണേണ്ട ക്ലാസ് തന്നെയാണ്. ഇനി അതുപോലെ തന്നെ സാറിന് ഒരു കാര്യം പറയാനുള്ളത്, ബയോളജിയുടെ 4ാമത്തെ ചാപ്റ്റർ, അതായത് നമ്മുടെ 10ാം ക്ലാസ്സിലെ 4ാമത്തെ ചാപ്റ്റർ ഹെറിഡിറ്റിയാണ്. ആ ഹെറിഡിറ്റി എന്ന് പറയുന്നത് പാരമ്പര്യത്തെ കുറിച്ച് പഠിക്കുന്ന കാര്യങ്ങളാണ്. പാരമ്പര്യ സ്വഭാവങ്ങൾ നിയന്ത്രിക്കുന്നത് നമുക്കറിയാം DNA-യിലെ ജീനുകളാണ്. ഈ DNA എവിടെയുള്ളത്, ന്യൂക്ലിയസിലാണ്. ആ ന്യൂക്ലിയസിനെ കുറിച്ചും ക്രോമസോമിനെ കുറിച്ചും സെൽ ഡിവിഷനെ കുറിച്ചും ഒക്കെ നമ്മൾ സെല്ല് എന്നുള്ള ചാപ്റ്ററിൽ പഠിക്കുന്നത്.
പഠിക്കുന്നുണ്ട്. അതിന്റെ തുടർച്ചയായിട്ടാണ് ഹെറിഡിറ്റിയിൽ നമ്മൾ ജീന്, DNA, അതുപോലെ തന്നെ മെന്റലിന്റെ കുറച്ച് എക്സ്പെരിമെന്റുകൾ കാര്യങ്ങളൊക്കെ പഠിക്കുന്ന വളരെ രസകരമായിട്ടുള്ള ഒരു ചാപ്റ്ററാണ് ഹെറിഡിറ്റി. സോ ഹെറിഡിറ്റി എന്നുള്ള ചാപ്റ്ററിലേക്കുള്ള ഒരു പടിവാതിൽ അല്ലെങ്കിൽ ഒരു സ്റ്റെപ്പാണ് നമ്മുടെ സെല്ലുകളിൽ പഠിക്കുന്ന ഈ ഫണ്ടമെന്റൽ യൂണിറ്റ് ഓഫ് ലൈഫിൽ പഠിക്കുന്ന ന്യൂക്ലിയസ്, ക്രോമോസോം തുടങ്ങിയ കാര്യങ്ങളെല്ലാം. സോ അത് വളരെ കൃത്യമായി ഓർത്തുക. അപ്പൊ ഈ സ്റ്റുഡന്റ് ഡു നോട്ട് നോ വാട്ട് ഈസ് സെൽ ആൻഡ് ന്യൂക്ലിയസ്. സെല്ലും ന്യൂക്ലിയസ് എന്താണെന്ന് അറിയാത്ത ഒരാൾക്ക് ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാവില്ല. അതുപോലെ തന്നെ കുറച്ച് മാത്തമാറ്റിക്സും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു ചാപ്റ്ററാണ് ഹെറിഡിറ്റി. കൺഫ്യൂഷൻ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. സോ മക്കളെ നല്ല രീതിയിൽ തന്നെ എന്ത് ചെയ്യണം, നിങ്ങൾ ഈ സെൽ എന്നുള്ള ചാപ്റ്റർ കൃത്യമായിട്ട് 9ാം ക്ലാസ്സിൽ പഠിച്ചിരിക്കണം. ഇനി അതുപോലെ തന്നെ നമ്മുടെ 3ാമത്തെ ചാപ്റ്റർ നമുക്ക് ഡയറക്റ്റ് കണക്ഷൻ ഒന്നും ഫീൽ ചെയ്യാത്തതാണ്. ഇംപ്രൂവ്മെന്റ് ഇൻ ഫുഡ് റിസോഴ്സസ് എന്ന് പറയുന്ന ചാപ്റ്റർ ഉണ്ട് 9ാം ക്ലാസ്സിൽ. 10ാം ക്ലാസ്സിലേക്ക് വരുമ്പോൾ ഏറ്റവും അവസാനം വരുന്ന ചാപ്റ്റർ അവർ എൻവിറോൺമെന്റ് ആണ്. നമ്മൾ ഈ ഇംപ്രൂവ്മെന്റ് ഇൻ ഫുഡ് റിസോഴ്സിൽ നമ്മൾ ക്രോപ്പ് വെറൈറ്റി ഇംപ്രൂവ്മെന്റ്, ക്രോപ്പ് പ്രൊഡക്ഷൻ മാനേജ്മെന്റ്, ക്രോപ്പ് പ്രൊട്ടക്ഷൻ മാനേജ്മെന്റ് പഠിക്കും, ആനിമൽ ഹസ്ബൻഡറി പഠിക്കുന്നുണ്ട്. പിന്നെ അങ്ങനെ പല കാര്യങ്ങളും നമ്മളവിടെ പഠിക്കുന്നുണ്ട്. ഫുഡ് ചെയിന്റെ ബേസിക് പറഞ്ഞാൽ ഫുഡിന്റെ നമ്മളെ ഫുഡ് പ്രൊഡക്ഷന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കും. ആ ഫുഡ് എങ്ങനെയാണ് ജീവികളിലേക്ക് പോകുന്നത്, ആ ഫുഡ് ചെയിനും ഫുഡ് വെബ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം പഠിക്കുന്നത് 10ാം ക്ലാസ്സിലാണ്. എൻവിറോൺമെന്റ്, എക്കോസിസ്റ്റം, പല കാര്യങ്ങളും 10ാം ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ ആക്ച്വലി ഇവിടെയുള്ള പല കാര്യങ്ങളുടെയും കണക്ഷൻ ഇവിടെയുണ്ട്. പക്ഷെ ഡയറക്റ്റ് കണക്ഷൻ നമുക്ക് ഫീൽ ചെയ്യില്ല. ഡയറക്റ്റ് കണക്ഷൻ ഫീൽ ചെയ്യില്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ട് കണക്ഷൻസ് ഉണ്ട്. അപ്പോൾ കൃത്യമായിട്ട് ഇതാ പറയുന്നു, 9ൽ നിങ്ങൾ ഫുഡ് എങ്ങനെ വരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ പഠിക്കും, ഫുഡിന്റെ പ്രൊഡക്ഷനെ കുറിച്ചൊക്കെ പഠിക്കും. 10ാം ക്ലാസ്സിലേക്ക് എത്തുന്ന സമയത്ത് ആ ഫുഡ് കൊണ്ട് എങ്ങനെ ജീവികൾ സർവൈവ് ചെയ്യുന്നു, അവരുടെ ബോഡിയിലേക്ക് എനർജി ട്രാൻസ്ഫർ എങ്ങനെ നടക്കുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളാണ് 10ാം ക്ലാസ് പഠിക്കുന്നത്. സോ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ 9ഉം 10ഉം തമ്മിലുള്ള കണക്ഷൻ വളരെ വാലിഡ് ആയിട്ട് തന്നെ നമുക്ക് ഇവിടുന്ന് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് പറയാനുള്ളത്. സോ മക്കളെ 9ാം ക്ലാസ്സിൽ ഈ പറഞ്ഞിരിക്കുന്ന കണക്ഷൻസ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമുക്ക് പെട്ടെന്ന് നോക്കുമ്പോൾ ഒരു ഡയറക്റ്റ് കണക്ഷൻ ഫീൽ ചെയ്യുന്നില്ലെങ്കിൽ പോലും ഇൻഡയറക്ട്ലി പല രീതിയിലുള്ള കണക്ഷൻസ് പല ചാപ്റ്ററുകൾ തമ്മിലുണ്ട്. സോ 9ാം ക്ലാസ് വളരെ മികച്ച രീതിയിൽ പഠിച്ചെങ്കിൽ മാത്രമേ 10ാം ക്ലാസ്സിൽ മികച്ച വിജയം നേടാൻ സാധിക്കുള്ളൂ. അതുപോലെ തന്നെ 10ാം ക്ലാസ്സിൽ മികച്ച വിജയം നേടിത്തരുന്നതിന് വേണ്ടി സൈലം ഇൻട്രൊഡ്യൂസ് ചെയ്ത ഓൺലൈൻ ട്യൂഷൻ ബാച്ചാണ് അസ്ത്ര ബാച്ച്. മക്കളെ ക്ലാസ്സുകൾ ഉടനെ തന്നെ ആരംഭിക്കുന്ന അസ്ത്ര ബാച്ചിലേക്ക് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ വളരെ സിമ്പിൾ പ്രൊസീജിയർ മാത്രമേ ഉള്ളൂ. ഇപ്പോഴാണെങ്കിൽ വളരെ നല്ലൊരു ഓഫർ കൂടി നിങ്ങൾക്ക് ലഭ്യമാണ്. ഏർലി ബേർഡ് ഓഫറിന്റെ ഭാഗമായി 10% കോസ്റ്റ് റിഡക്ഷൻ നിങ്ങളുടെ മെയിൻ MRPയിൽ ഉണ്ടാവുന്നതായിരിക്കും. മക്കളെ ഇവിടെ നിങ്ങൾ നോക്കുക, ഈ നമ്പർ വളരെ നോട്ട് ചെയ്യേണ്ട ഒരു നമ്പറാണ്. നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ ബാച്ചുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ക്ലിയർ ചെയ്യാൻ സാധിക്കും. എസ്പെഷ്യലി ഈ വീഡിയോ കാണുന്നത് ഒരു പക്ഷേ പേരൻസ് ആണെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ക്ലാരിഫൈ ചെയ്യാനൊക്കെ ഈ നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പൊ ഈ വർഷത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വർഷം ബാച്ച് 3 പ്ലാനുകളിലായിട്ട് അവതരിപ്പിച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാം ബേസ് പ്ലാന്, ഇൻഫിനിറ്റി പ്ലാൻ, ഇൻഫിനിറ്റി പ്രോ പ്ലാൻ എന്നുള്ള രീതിയിൽ 3 പ്ലാനുകൾ അവതരിപ്പിച്ചിരിക്കുകയാണ്. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ബേസ് പ്ലാനും ഇൻഫിനിറ്റി പ്ലാനും കമ്പയർ ചെയ്യുമ്പോൾ ബേസ് പ്ലാനിൽ വളരെ കുറച്ച് ഫീച്ചേഴ്സ് മാത്രമേ ഇവിടെ കാണാൻ സാധിക്കുന്നുള്ളൂ. കണ്ടോ? എന്നാൽ ഇൻഫിനിറ്റി പ്ലാനിലേക്ക് വരുമ്പോൾ നമ്മുടെ ഏറ്റവും റിവിഷൻ, നമ്മുടെ ഈ പഠനവുമായി ബന്ധപ്പെട്ട ഏറ്റവും സഹായകരമാവുന്ന കുറെ സംഗതികളുണ്ട്. ഫോർ എക്സാമ്പിൾ ഈ മൈൻഡ് മാപ്പ് പോലുള്ള കാര്യങ്ങൾ ഇവിടെ കാണാം. മൈൻഡ് മാപ്പ്, ഇൻസ്റ്റാളഡ്, ഫോർമുല ഷീറ്റ്, ഇതൊക്കെ ലഭ്യമാവുന്നത് നമ്മുടെ ഇൻഫിനിറ്റി ബാച്ച് മുതലാണ്. സോ ബേസ് പ്ലാനിൽ നമുക്ക് ഈ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. സോ മക്കളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ ബേസ് പ്ലാനിന് പകരം ഇൻഫിനിറ്റി പ്ലാൻ എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി എന്തായിരിക്കും, നിങ്ങൾക്ക് പല ഫീച്ചേഴ്സും ഇവിടെ അൺലോക്ക് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇനി ഇൻഫിനിറ്റി പ്രോയിലേക്ക് വരുമ്പോൾ ഒരു ഫാൽക്കൺ ബാച്ച് എന്നുള്ള ഒരു ഫൗണ്ടേഷൻ ബാച്ച് നിങ്ങൾക്ക് എക്സ്ട്രാ കിട്ടുന്നു. അതാണ് ഇവിടെ ഉള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. സോ മക്കളെ ഒട്ടും സമയം കളയണ്ട, എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യുക, അഡ്മിഷൻ എടുക്കുക. ക്ലാസ്സുകൾ ഉടനെ ആരംഭിക്കും. സോ മികച്ച രീതിയിൽ തന്നെ നമുക്ക് ബേസ് മുതൽ തന്നെ പഠിക്കണം. അതുകൊണ്ടാണ് ആദ്യമേ തന്നെ അഡ്മിഷൻ എടുക്കാൻ വേണ്ടി പറയുന്നത്. സോ നമ്മൾ ക്ലാസ്സുകൾ തുടങ്ങുന്നതിന് മുന്നേ ബേസിക് ക്ലാസ്സുകൾ ആദ്യം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒരു ഫൗണ്ടേഷൻ അല്ലെങ്കിൽ ഒരു ബ്രിഡ്ജ് ക്ലാസ് നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ മക്കൾ കൃത്യമായിട്ട് അഡ്മിഷൻ എടുക്കാൻ ആരും എന്ത് ചെയ്യരുത്, വിട്ടുപോകരുത്. മികച്ച രീതിയിൽ തന്നെ നമുക്ക് പഠിക്കണം. നമുക്ക് നേരത്തെ തന്നെ തുടങ്ങണം. അൾട്ടിമേറ്റ്ലി നമ്മൾ നേരത്തെ തുടങ്ങിക്കഴിഞ്ഞെങ്കിൽ മാത്രമാണ് മികച്ച രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുക, പഠിക്കാൻ വേണ്ടി പറ്റുക. സോ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അഡ്മിഷൻ എടുക്കാത്തവരുണ്ടെങ്കിൽ പെട്ടെന്ന് എന്ത് ചെയ്യണം, അഡ്മിഷൻ എടുക്കണം. ഇപ്പോൾ ഓഫർ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. AST 10 എന്നുള്ള കൂപ്പൺ കോഡ് അടിച്ചു കഴിഞ്ഞാൽ 10% ഓഫർ നിങ്ങൾക്ക് ലഭ്യമാണ്. സോ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് നല്ല രീതിയിൽ തന്നെ പഠിക്കുക. മികച്ച വിജയം എല്ലാവർക്കും നേടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ബൈ.